നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയ്ക്ക് ഓണസമ്മാനമായി മാറി മെഡിക്കൽ കോളേജിന് ലഭിച്ച നാഷണൽ മെഡിക്കൽ മിഷൻ അംഗീകാരം. ഇതോടെ ഈ വർഷം തന്നെ MBBS ക്ലാസ് തുടങ്ങാൻ കഴിയും. ജില്ലയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ പൂവണിഞ്ഞത്. ഓണത്തിന്റെ വരവറിയിച്ച് കാഞ്ഞങ്ങാട് നഗരം നിറമുള്ള പൂക്കളാൽ സമൃദ്ധം. കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. വില്ലാരംപതി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരംപതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പൂവും പച്ചക്കറികളും ഒരുങ്ങി. വിളവെടുപ്പ് നാടിന് ഉത്സവമായി. കുമ്പളയിൽ അനധികൃത മണൽ കടത്ത്, 2 പേർ പിടിയിൽ. ആരിക്കാടി സ്വദേശി മൻസൂർ അലി, പെർവാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. ഓണത്തിന്റെ വരവറിയിച്ച് ഉത്തര കേരളത്തിൽ ഓണത്താർ തെയ്യം ഗൃഹസന്ദർശനം തുടങ്ങി. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിന് ചുറ്റും ഓണത്താറാടുകയാണ്. ഓട്ടുമണിയും കിലുക്കിയാണ് ഗ്രാമവഴികളിലൂടെയുള്ള ഓണത്താറിന്റെ വരവ്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര വിഹിതം അനുവദിക്കണമെന്നും ആവശ്യം. കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയ്ക്ക് ഓണസമ്മാനമായി മാറി മെഡിക്കൽ കോളേജിന് ലഭിച്ച നാഷണൽ മെഡിക്കൽ മിഷൻ അംഗീകാരം. ഇതോടെ ഈ വർഷം തന്നെ MBBS ക്ലാസ് തുടങ്ങാൻ കഴിയും. ജില്ലയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ പൂവണിഞ്ഞത്. കാസർഗോഡ് ഉക്കിനെട്ടുക്കിനടുക്ക മെഡിക്കൽ കോളേജിന് MBBS പ്രവേശനത്തിന് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചു. 50 കുട്ടികൾക്കാണ് പ്രവേശനം. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളായി. 2013 ഉമ്മൻചാണ്ടി സർക്കാരാണ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. പിന്നീട് വന്ന പിണറായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നേടാനായത്. കാസർഗോഡിനൊപ്പം വയനാട് മെഡിക്കൽ കോളേജിനും ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വയനാട് കാസർഗോഡ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2 ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളത് 2 ജില്ലകളിലെ ആളുകളുടെ എത്രയോ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചു. 2 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം തന്നെ MBBS പഠനം നമുക്ക് ആരംഭിക്കാൻ കഴിയും. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 ജില്ലകളിലാണ് നമുക്ക് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും, ഇപ്പോഴിതാ വയനാടും കാസർഗോഡും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഒപ്പം നിന്ന, പ്രവർത്തിച്ച, അധ്വാനിച്ച, പിന്തുണച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും വയനാടിനെയും കാസർഗോഡിനെയും സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ഓരോ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം ഇതൊരു വലിയ സന്തോഷമാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 160 കോടിയുടെ ഭരണാനുമതിയായി. അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജിനുള്ള ജലവിതരണ സംവിധാനത്തിന് 8 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കും. 29 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ ന്യൂറോളജി, നെഫ്രോളജി OP വിഭാഗം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ കടുത്ത ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെയും കണ്ണൂർ മെഡിക്കൽ കോളേജിനെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ജില്ലയ്ക്ക് സ്വന്തം മെഡിക്കൽ കോളേജ് ആയതോടെ ദീർഘകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണത്തിന്റെ വരവറിയിച്ച് കാഞ്ഞങ്ങാട് നഗരം നിറമുള്ള പൂക്കളാൽ സമൃദ്ധം. കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. ഓണത്തിരക്കേറുന്ന കാഞ്ഞങ്ങാട് നഗരത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലാണ് പൂവിപണി സജീവമായത്. രാവിലെ മുതൽ പൂവിൽപ്പനയുടെ ആരവമാണ് നഗരത്തിൽ. ഹാസൻ, ബോളിക, തുമ്പൂർ, തിത്തൂർ, പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഓണവിപണി ലക്ഷ്യമാക്കി എത്തിയിരിക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ജമന്തി, സീമന്തിക, റോസാപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ തുടങ്ങിയവ ബസ് സ്റ്റാൻഡിൽ ഉടനീളം വർണ്ണപരവതാനി തീർത്തിരിക്കുകയാണ്. കർണാടകയിൽ മുളത്തിന് 20 രൂപ മുതൽ 30 രൂപ വരെ വില ഈടാക്കുമ്പോൾ ഇവിടെ 50 രൂപ നിരക്കിലാണ് പൂവിൽപ്പന. ജമന്തിക്ക് വർണ്ണ വ്യത്യാസമനുസരിച്ച് കിലോവിന് 200 മുതൽ 600 വരെ രൂപയാണ് വില ഈടാക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആക്കി കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ട്. വില ഈ മഴൻ്റെ എല്ലാം വില അധികമായിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ചെണ്ടുപ്പൂവിനെല്ലാം കുറവുണ്ട്. കിലോ 20 രൂപ. ചെണ്ടുപ്പൂവിനെല്ലാം 20 രൂപ കിലോ. ഭയങ്കര കുറവാണ്. ഇതെല്ലാം കുറച്ച് അധികമുണ്ട് വില. ഇതെല്ലാം കുറവുണ്ട് വില. ഇതിനെല്ലാം ഭയങ്കര വില കുറവാണ്. 5 മുതൽ 7 വരെ വിൽപ്പനക്കാർ അടങ്ങുന്ന സംഘമാണ് പൂക്കളുമായി എത്തിയിരിക്കുന്നത്. ഉത്രാടം, തിരുവോണം ആഘോഷങ്ങളിലേക്ക് കടക്കവേ വരും മണിക്കൂറുകളിൽ പൂവിപണിയിലെ തിരക്ക് മൂർധന്യത്തിലാകും. ജയരാജ്, കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വില്ലാരംപതി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരംപതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പൂവും പച്ചക്കറികളും ഒരുങ്ങി. വിളവെടുപ്പ് നാടിന് ഉത്സവമായി. വില്ലാരംപതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത്. ചെണ്ടുമല്ലി മാത്രമല്ല, ഓണസദ്യ കെങ്കേമമാക്കാൻ നാടൻ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്തു. വില്ലാരംപതി ദേവസ്ഥാനത്തിന് സമീപമുള്ള കൃഷിഭൂമിയിലാണ് വിവിധ വർണ്ണങ്ങളിൽ വിരിഞ്ഞ ചെണ്ടുമല്ലിയുടെ നയന മനോഹര കാഴ്ച. ഉദുമ MLA CH കുഞ്ഞമ്പു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലൂർപെരിയ പഞ്ചായത്തിലെ വില്ലാരംപതിയിലെ ഏതാനും ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടുണ്ടാക്കിയ പുരുഷ സഹായ സംഘം, അതിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു വിളവെടുപ്പ് കൃഷി ഇവിടെ ചെയ്തത്. അതിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത്. അവർ മനോഹരമായ ചെണ്ടുമല്ലി കൃഷിയും അതോടൊപ്പം തന്നെ വെള്ളരി, പിന്നെ നരമ്പനുൾപ്പെടെയുള്ള പച്ചക്കറിയും കൃഷി ചെയ്തു. ഒരു 60 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണിത്. പ്രത്യേകിച്ച് ഓണമാണ്. തിരുവോണത്തിന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ചെണ്ടുമല്ലി ഉപയോഗിക്കുകയാണ് ആളുകൾ, പൂക്കളത്തിനും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. പുല്ലൂർപെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി, 2ാം വാർഡ് മെമ്പർ ലതാ രാഘവൻ, പെരിയ കൃഷിഭവൻ ഓഫീസർ ജയപ്രകാശൻ, അസിസ്റ്റന്റ് ഓഫീസർ മണികണ്ഠൻ, അഗ്രോ സർവീസ് ഫെസിലിറ്റേറ്റർ നബീസത്ത് BV, CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം M ബാലകൃഷ്ണൻ, CPIM പെരിയ ലോക്കൽ സെക്രട്ടറി M മോഹനൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നത്. വില്ലാരംപതി പുരുഷ സഹായ സംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നാലക്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം സെക്രട്ടറി സതീശൻ കൊള്ളിക്കാൽ സ്വാഗതം പറഞ്ഞു. വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ഓണത്തിന് പൂക്കൾക്കായി അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ജയരാജ്, കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പളയിൽ അനധികൃത മണൽക്കടത്ത്, 2 പേർ പിടിയിൽ. ആരിക്കാടി സ്വദേശി മൻസൂർ അലി, പെർവാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. കേരള മാരിടൈം ബോർഡിന്റെ അധീനതയിലുള്ള ഷിറിയ അഴിമുഖത്ത് നിന്നും ഒമിനി വാനിൽ കടൽമണൽ കടത്തിയ 2 പേരെ കുമ്പള പോലീസ് പിടികൂടി. ആരിക്കാടി സ്വദേശി മൻസൂർ അലി, പെർവാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്.
ഷിറിയ അഴിമുഖത്ത് നിന്നും മണൽ ചാക്കിൽ നിറച്ച് തോണിയിൽ ആരിക്കാടി കടവത്ത് എത്തിച്ച് ഒമ്നി വാനിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് ഇരുവരും വാഹനം ഉൾപ്പെടെ പിടിയിലായത്. സർക്കാർ മുതലുകൾ കവർച്ച ചെയ്തതിന് 305 BNS പ്രകാരമാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം മണൽ മാഫിയക്ക് കടിഞ്ഞാണിടാൻ നടത്തിവരുന്ന പരിശോധനയിലാണ് മണൽ കടത്ത് സംഘം പിടിയിലായത്. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ എമ്മിന്റെ മേൽനോട്ടത്തിൽ കുമ്പള ഇൻസ്പെക്ടർ ജിജീഷ് PK, SI ശ്രീജേഷ്, SCPO ചന്ദ്രൻ, ഡ്രൈവർ CPO അജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. ഓണത്തിന്റെ വരവറിയിച്ച് ഉത്തര കേരളത്തിൽ ഓണത്താർ തെയ്യം ഗൃഹസന്ദർശനം തുടങ്ങി. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിന് ചുറ്റും ഓണത്താർ ആടുകയാണ്. ഓട്ടുമണിയും കിലുക്കിയാണ് ഗ്രാമവഴികളിലൂടെയുള്ള ഓണത്താറിന്റെ വരവ്. ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്താർ. ഓണം ജഗത്തിങ്കൽ ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന വരികൾ ആലപിച്ചുകൊണ്ട് പൊന്നോണപ്പൂവിളി മുഴങ്ങിയ ഗ്രാമവഴികളിലൂടെ ഓണത്താർ നടന്നു നീങ്ങുന്നു. ചിങ്ങമാസത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെയും വിഷ്ണു ഭഗവാനെയും സ്തുതിക്കുന്ന തോറ്റം പാട്ടിനൊത്ത് ഒറ്റച്ചെണ്ടയുടെ താളത്തിലാണ് ഓണത്താർ വീട്ടുമുറ്റങ്ങളിൽ ചുവടുവയ്ക്കുന്നത്. മുഖത്തെ എഴുത്തിനൊപ്പം വട്ടക്കിരീടവും അരയിൽ കാണിയും ചെന്നിമലരും മറ്റാടയാഭരണങ്ങളും ഓണത്താറിന്റെ മാറ്റുകൂട്ടുന്നു. പൂക്കളത്തിന് ചുറ്റും ഓണത്താർ ആടുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമെന്നാണ് ഗ്രാമവിശ്വാസം. നൂറ്റാണ്ടുകളുടെ അനുഷ്ഠാന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അത്തം മുതൽ തിരുവോണ ദിവസം വരെ നീളുന്ന ഓണത്താറാട്ടം. കർക്കിടക മാസത്തില് ആദ്യം വ്യാധി അകറ്റാൻ ആടിപ്പാടം ആദ്യം പോകും. അത് കഴിഞ്ഞിട്ട് പുതിയ മാസത്തെ, അതായത് ചിങ്ങമാസത്തെ വരവേൽക്കാനായി എല്ലാ വർഷവും ഈ ഓണത്താറ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ സങ്കല്പത്തിലാണ് ഈ ഓണത്താറ് എന്നാണ് പൂർവ്വന്മാരെ നമ്മളെ പഠിപ്പിച്ചത്. ഓണം ചിങ്ങമാസനെ ഇതിനെ കുറിച്ച് തന്നെയാണ് കൃഷ്ണന്റെ വർണ്ണിക്കുന്നതാണ് തോറ്റത്തിലധികം ഉള്ളത് ഓണത്താറിന്റെ. തെയ്യ സമ്പ്രദായത്തിൽ വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഓണത്താർ കെട്ടിയാടുന്നത്. തിരുവോണ ദിവസം നീലേശ്വരം കുഞ്ഞി പുളിക്കാൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടത്തുന്ന അമ്പെയ്ത്ത് ചടങ്ങോടെയാണ് ഓണത്താറിന്റെ ദേശസഞ്ചാരത്തിന് സമാപനമാകുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. മടിക്കൈ മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അന്തേവാസികളെ ചേർത്ത് നിർത്തി ഓണാഘോഷം നടത്തി. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാതൃകയായി കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. കഷ്ടത അനുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്ന ആദ്യം ഓണം കുടുംബത്തോടൊപ്പം, പിന്നീട് എന്ന സന്ദേശം നൽകി മടിക്കൈ മൽപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികളെ ചേർത്ത് നിർത്തി ഓണാഘോഷം നടത്തി കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാതൃകയായി. രാവിലെ പൂക്കളമൊരുക്കിയാണ് സ്നേഹസംഗമം തുടങ്ങിയത്. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും നൽകി. വൈകുന്നേരം ഓണസമ്മാനങ്ങൾ നൽകിയുമാണ് സംഗമം സമാപിച്ചത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഓണം വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദർഭം തന്നെയാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പോലീസുകാരുടെ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞൊരു സംഘടനയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പെൻഷൻ റിട്ടയർ ആയതിനു ശേഷം എല്ലാവരും വലിയൊരു സന്തോഷത്തിലാണ്. ഇത്തരത്തിലൊരു ഒരുപാട് വേദി പങ്കിടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് ഇവിടുത്തെ അന്തേവാസികളോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അഭിനന്ദിക്കാൻ കുറവ് നൽകുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്.
അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് EV സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ N ഖാദർ, പുനരധിവാസ കേന്ദ്രം നടത്തിപ്പുകാരി സുസ്മിത ചാക്കോ, സംസ്ഥാന നിർവാഹക സമിതി അംഗം PK ശ്രീകുമാർ, വിവിധ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ EV രവി, ബാബു തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ അയ്യങ്കാവ് സ്വാഗതവും PV സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആദ്യ സിനിമയിലെ അഭിനയത്തിലൂടെ ഇരട്ട ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ചന്തേര കപോതൻ ശ്രീധരൻ നമ്പൂതിരി. ഉത്തര മലബാറിലെ ഐതിഹ്യമുയർത്തിയ ഹത്തനെ ഉദയ എന്ന സിനിമയിൽ സമൂഹത്തിന്റെ നേതാവായി രംഗത്തെത്തിയ മാങ്ങോടൻ വൈദ്യൻ എന്ന മുഴുനീള കഥാപാത്രത്തെ ഇദ്ദേഹം മികവുറ്റതാക്കിയിരുന്നു. കൊച്ചി ആസ്ഥാനമായ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2024-25 വർഷത്തെ മലയാള ചലച്ചിത്ര നാടകരംഗത്തെ അഭിനേതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത മലയാള ചലച്ചിത്ര പ്രഥമ നടന പുരസ്കാരമാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. 50,001 രൂപയും വെങ്കല പ്രതിമയുമാണ് പുരസ്കാരം. എറണാകുളത്ത് വെച്ച് ഒക്ടോബറിൽ 2ാം വാരത്തിൽ മലയാളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള 25 പ്രമുഖരായ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന നടനോത്സവത്തിലാണ് അവാർഡ് സമ്മാനിക്കുക. 2.5 പതിറ്റാണ്ട് കാലം നാടകാഭിനയത്തിൽ വ്യത്യസ്തങ്ങളായ മികച്ച കഥാപാത്രങ്ങളെ ജീവസുറ്റതാക്കിയ നമ്പൂതിരി സിനിമാ മേഖലയിലേക്ക് 2021 എത്തിയത്. ആദ്യം നിരവധി ഹ്രസ്വ സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹത്തിന്റെ എങ്കിലും ചന്ദ്രികെ എന്ന സിനിമയാണ് ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയത്. ബേസിൽ ജോസഫ് നായകനായ ചിത്രം ധ്യാൻ ശ്രീനിവാസിനൊപ്പം നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിൽ ക്ഷേത്ര പൂജാരിയായി മികച്ച റോളിലായിരുന്നു. ഉത്തര മലബാറിലെ ഐതിഹ്യമുണർത്തിയ ഹസ്തനെ ഉദയ എന്ന സിനിമയിൽ സമൂഹത്തിന്റെ നേതാവായി രംഗത്തെത്തിയ മാങ്ങോടൻ വൈദ്യർ എന്ന മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വഴി ശ്രീധരൻ നമ്പൂതിരിക്ക് നിരവധി സിനിമകളിലേക്ക് ക്ഷണം ലഭിച്ചു. ഇനി ചിത്രീകരിക്കുന്ന പുതിയ സിനിമയിൽ നായകവേഷവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. മന്ത്രച്ചിലങ്ക എന്ന ചിത്രത്തിലാണ് നായകനാവാൻ ക്ഷണം ലഭിച്ചത്. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഹസ്തനെ ഉദയ എന്ന സിനിമയിലെ അഭിനയത്തിന് എറണാകുളം മലയാള പുരസ്കാര സമിതിയുടെ 9ാമത് മലയാള പുരസ്കാരവും കപോതൻ ശ്രീധരൻ നമ്പൂതിരിയെ തേടിയെത്തി. ചന്തേര കപോതൻ ഇല്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെയും പരേതയായ ആര്യ അന്തർജനത്തിന്റെയും 2ാമത്തെ മകനാണ്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ അധ്യാപികയാണ് ഭാര്യ സീത. മൂത്തമകൻ അഭിജിത്ത് നമ്പൂതിരി സ്വീഡനിൽ എഞ്ചിനീയറാണ്. 2ാമത്തെ മകൻ ദേവദത്തൻ നമ്പൂതിരി മംഗളൂരു AB ഷെട്ടി ഡെന്റൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. പ്രമുഖ ക്ഷേത്രങ്ങളിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലെയും പാരമ്പര്യ മേൽശാന്തി കുടുംബത്തിലെ അംഗവുമാണ് കപോതൻ ശ്രീധരൻ നമ്പൂതിരി. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മാവുങ്കാൽ ആനന്ദാശ്രമം പ്രദേശങ്ങളിലെ പ്രവാസി കൂട്ടായ്മയായ സമൃദ്ധി മാവുങ്കാലിന്റെ വ്യവസായ സംരംഭമായ പവനിക ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാളും ഷോപ്പിംഗ് സമുച്ചയവും ഉദ്ഘാടനം നടന്നു. മാവുങ്കാൽ ഉദയംകുന്ന് റോഡിൽ ശ്രീരാമക്ഷേത്രത്തിന് മുൻവശത്തായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. മാവുങ്കാൽ ആനന്ദാശ്രമം പ്രദേശങ്ങളിലെ പ്രവാസി കൂട്ടായ്മയായ സമൃദ്ധി മാവുങ്കാലിന്റെ വ്യവസായ സംരംഭമായ പവനിക ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാളും ഷോപ്പിംഗ് സമുച്ചയവും മാവുങ്കാൽ ഉദയംകുന്ന് റോഡിൽ ശ്രീരാമക്ഷേത്രത്തിന് മുൻവശത്തായി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രവാസി ജീവിതത്തിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കുടുംബത്തിനും തന്റെ നാടിനും വേണ്ടി തന്റെ യൗവനം വിദേശത്ത് ജീവിച്ചു തീർത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന്. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായും ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. അതൊരു അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവര് 26 പേരും അവര് ചെറിയൊരു തുക മുതൽ മുടക്കിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അത് മിച്ചം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പവനിക എന്ന പേരിൽ ഇവിടെ പടുത്തുയർത്തിക്കൊണ്ട് സമൃദ്ധി കോർഡിനേറ്റർ വിജയൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കേണൽ ദാമോദരൻ P മുഖ്യാതിഥിയായി.
വാർഡ് മെമ്പർ സുനിത പള്ളോട്ട്, അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ, ദുർഗ ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഇരിയ, മാവുങ്കാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാവുങ്കാൽ, വീരമാരുതി സേവാസമിതി സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സമൃദ്ധി മാവുങ്കാലിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സേവാഭാരതി കാഞ്ഞങ്ങാട് പ്രസിഡന്റും വ്യാപാരി വ്യവസായ സംഘ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ ഗുരുദത്ത് റാവുവിന് കൈമാറി. പവനികയുടെ ഡയറക്ടർമാരായ ഭാസ്കരൻ KV സ്വാഗതവും മഞ്ജുനാഥ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം വിനോദ വികസന കലാകായിക കേന്ദ്രം രാമഗിരി ഓണക്കിറ്റ് വിതരണം നടത്തി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് ക്ലബ് പരിധിയിലുള്ള വീടുകളിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ക്ലബിന്റെ ആദ്യകാല മെമ്പർ ഒറവക്കരയിലെ O. അമ്പൂഞ്ഞിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ ഭാഗമായി രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രത്തിൻ്റെ പരിധിയിലെ 350 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുകയാണ്. ഒക്കെ ഓണം കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന ചൊല്ല് നമുക്കെല്ലാവർക്കും അറിയാം. ഓണത്തിന് ക്ലബിൻ്റെ സഹായമെന്ന നിലയിൽ എല്ലാ കുടുംബങ്ങൾക്കും ചെറിയ കിറ്റ് നൽകിക്കൊണ്ട് ഓണം സമൃദ്ധമായി ആഘോഷിക്കാനും ഓണാഘോഷത്തിൽ പങ്കുചേരാനും രാമേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ ഇത്തവണ വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ക്ലബ് സെക്രട്ടറി O. ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് K. ഷിബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പവിത്രൻ മാസ്റ്റർ, T. ശാന്തകുമാരി, S. ശശി, A. K. ജിതിൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ K. കുഞ്ഞിരാമൻ കൊട്ടിലങ്ങാട്, ദീപ പ്രവീൺ എന്നിവർ സംസാരിച്ചു. ക്ലബ് കമ്മിറ്റി അംഗങ്ങൾ, ക്ലബ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. കാഞ്ഞങ്ങാട് യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓണം ഫെസ്റ്റ് 2025 വിപുലമായി ആഘോഷിച്ചു. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ശ്രദ്ധേയമായി. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് ഓണം ഫെസ്റ്റ് 2025 2 ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചത്. പൂക്കള മത്സരവും തിരുവാതിരയും നൃത്തവും നാടൻപാട്ടും വടംവലി ഉറിയടി മത്സരവും ശ്രദ്ധേയമായി. സമൃദ്ധമായ ഓണസദ്യയും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ സന്ധ്യ പ്രമോദ്, പ്രിൻസിപ്പൽ വിസ്മയ, അരുണിമ എന്നിവർ സംസാരിച്ചു. ഇത്തവണത്തെ ഓണം പ്രോഗ്രാം 1-2 തീയതികളിലായി അതിഗംഭീരമായി ഞങ്ങൾ ആഘോഷിച്ചു. ഉറിയടി മത്സരം, പൂക്കള മത്സരം, കമ്പവേലി, അതേപോലെ തിരുവാതിര കളി, മറ്റ് കലാപരിപാടികളോടുകൂടി കഴിഞ്ഞ വർഷത്തതിനേക്കാളും മികച്ച രീതിയിൽ ഈ വർഷം നടത്തി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്നിലെ കുരുന്നുകൾക്ക് ഇനി സ്മാർട്ട് അംഗൻവാടി. ഇ. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചാമുണ്ടിക്കുന്ന സ്മാർട്ട് അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം നടന്നു. മെട്രോ മുഹമ്മദ് ഹാജി സംഭാവന ചെയ്ത സ്ഥലത്താണ് അജാനൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്മാർട്ട് അംഗൻവാടി ഒരുങ്ങിയിരിക്കുന്നത്. അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA ഇ. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഭൂമി ഉണ്ടായാലും പോരാ, കെട്ടിടമുണ്ടാകണം. ആ കെട്ടിടമുണ്ടാക്കുന്നതിനുള്ള ആവശ്യമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാൻ കാസർഗോഡ് വികസന പാക്കേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണമാണ്. കേരള ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ബഡ്ജറ്റിലൂടെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന, നമ്മുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്നാണ് നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള അംഗനവാടികൾക്ക് സ്വന്തമായ കെട്ടിടമില്ലാത്തതിൻ്റെ എല്ലാം കണക്കെടുത്ത് ഓരോ നിയോജക മണ്ഡലത്തിലെയും MLAമാർ അത് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ കാസർഗോഡ് വികസന പാക്കേജിൻ്റെ ആലോചനാ യോഗത്തിലൊക്കെ വെച്ച് ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ 30 ലക്ഷം ഉറുപ്പിക ഇതിനു വേണ്ടി അനുവദിച്ചു. 6 ലക്ഷം ഉറുപ്പിക പഞ്ചായത്ത് അനുവദിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. മീന, K. കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ,
പൊതുപ്രവർത്തകരായ പി കൃഷ്ണൻ, എ തമ്പാൻ, ബഷീർ വെള്ളിക്കോത്ത്, കെ സതി, കെ സി മുഹമ്മദ് കുഞ്ഞി, മുജീബ് മെട്രോ, രാജേഷ് മീത്തൽ, കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, സി മുഹമ്മദ് ഹാജി, നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഹാജറ സലാം സ്വാഗതവും അംഗൻവാടി അധ്യാപിക എ കെ ഗീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാമുണ്ടിക്കുന്ന. മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമൂഹ ഓണസദ്യ പരിപാടി നടന്നു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹഭോജനം എന്നർത്ഥം വരുന്ന സദ്യം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് സദ്യ എന്ന വാക്കുണ്ടായതെന്നും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹഭോജനമാണ് ഓണസദ്യ എന്നും എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. മിംടെക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമൂഹ ഓണസദ്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണത്തിന് മുമ്പേ നമ്മുടെ കൂടുതൽ പറയാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുകയാണ്. മിംടെക് മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 12ാമത്തെ ഓണസദ്യയാണ് ഇപ്പോൾ നടക്കുന്നത്. കുട്ടികളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ആചാരമാണ് ഓണസദ്യ. എന്താണ് ഓണസദ്യ? ഒരു സദ്യ എങ്ങനെ കഴിക്കണം? ഈ സദ്യ ഉണ്ടാക്കിയത് ശിവശങ്കരേട്ടനാണ്. ശിവശങ്കരേട്ടൻ കഴിഞ്ഞ വർഷം ഭക്ഷണം കഴിക്കേണ്ട ഓണസദ്യയെ കുറിച്ചുള്ള ചില രീതികൾ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. ഒരു സമീകൃത ആഹാര പദ്ധതിയാണ് ഓണസദ്യ നൽകുന്ന പ്രതീകം. ഓണസദ്യയിലൂടെ സാമൂഹ്യ സദ്യ എന്ന ഉദാത്തമായ സന്ദേശമാണ് കേരളം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മിംടെക് മാനേജിംഗ് ഡയറക്ടർ SP ഷാജി അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ കൊട്ടോടി ഭദ്രദീപം കൊളുത്തി. ഷീല, ഓമന, സുകുമാരൻ ആശീർവാദ്, രാജീവ് മിംടെക്, മോഹനൻ കോട്ടപ്പാറ, ശിവശങ്കരൻ കെ എന്നിവർ സംസാരിച്ചു. ജോയ്സി കോഴിച്ചാലിന്റെ മാവേലി വേഷം ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയ്ക്ക് ഓണസമ്മാനമായി മാറി മെഡിക്കൽ കോളേജിന് ലഭിച്ച നാഷണൽ മെഡിക്കൽ മിഷൻ അംഗീകാരം. ഇതോടെ ഈ വർഷം തന്നെ MBBS ക്ലാസ് തുടങ്ങാൻ കഴിയും. ജില്ലയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ പൂവണിഞ്ഞത്. ഓണത്തിന്റെ വരവറിയിച്ച് കാഞ്ഞങ്ങാട് നഗരം നിറമുള്ള പൂക്കളാൽ സമൃദ്ധം. കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. വില്ലാരംപതി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വില്ലാരംപതി പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പൂവും പച്ചക്കറികളും ഒരുങ്ങി. വിളവെടുപ്പ് നാടിന് ഉത്സവമായി. കുമ്പളയിൽ അനധികൃത മണൽക്കടത്ത്, 2 പേർ പിടിയിൽ. ആരിക്കാടി സ്വദേശി മൻസൂർ അലി, പെർവാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. ഓണത്തിന്റെ വരവറിയിച്ച് ഉത്തര കേരളത്തിൽ ഓണത്താർ തെയ്യം ഗൃഹസന്ദർശനം തുടങ്ങി. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിന് ചുറ്റും ഓണത്താറാടുകയാണ്. ഓട്ടുമണിയും കിലുക്കിയാണ് ഗ്രാമവഴികളിലൂടെയുള്ള ഓണത്താറിന്റെ വരവ്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. STU ദേശീയ വൈസ് പ്രസിഡന്റ് A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്രവിഹിതം അനുവദിക്കണമെന്നും ആവശ്യം. കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.